സമാധാനം നമ്മുടെ കൽബിലേക്ക് എത്തിടില്ല. സമാധാനത്തിന്റെ കേന്ദ്രത്തോട് അടുക്കണം, അപ്പോഴാണ് സമാധാനം ഉണ്ടാവുക. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. ഇനി നിന്റെ ശരീരത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്ന് ചിന്തിച്ചു നിന്റെ ശരീരത്തെ കുറിച്ച്. ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മാ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. ചിന്തിക്കട്ടെ, അല്ലാഹു പറഞ്ഞു, മനുഷ്യൻ ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ. എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു? എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു? അല്ലാഹുവിനെ കണ്ടെത്തുക. എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു? മാതാവിന്റെയും പിതാവിന്റെയും അണ്ഡവും ബീജവും സംയോജിപ്പിച്ചുകൊണ്ട് സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറയുടെ ഉള്ളിലേക്ക് ഇരുട്ടറയുടെ ഉള്ളിൽ മോനെ ഇവിടെ വെക്കിട്ട കുറച്ച് എല്ലാരും ഈ ആളുകളൊക്കെ ഇതിൽ പൈസ ഇട്ടിട്ട് പോകുന്നു. നിങ്ങൾ പോകുമ്പോ പറയണ്ടേ? അല്ല, പോകുമ്പോ പറയണ്ടേ? അള്ളാഹുവിനെ കണ്ടെത്തി, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അടുത്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായാൽ സമാധാനം ഉണ്ടാവും. സമാധാനം ഉണ്ടാവും. സമാധാനത്തിന് കിടന്നിങ്ങനെ ഓടണ്ട. ചില ആളുകൾ കുപ്പിയട്ട ഓടും. വെള്ളം മന്ത്രിക്കണം. ഞാൻ വെള്ളം മന്ത്രിക്കട്ടല്ല പറയുന്നത്, വെള്ളം മന്ത്രിക്കണം. മന്ത്രം ഉണ്ട്, അല്ലാഹുവിന്റെ റസൂൽ മന്ത്രിച്ചു. ഞാൻ പറയണത് ചില ആളുകൾ ഇതുപോലുള്ള ആളുകളെ തേടി ഓടുന്നുണ്ട്. കോഴിക്കോട് ചെന്നാല് ചില ആളുകളെ കാണാം, പാലക്കാട് വന്ന കോഴിക്കോടുള്ള ചില ആളുകളെ കാണാം. എവിടുക്കാ? ഞങ്ങൾ ഇന്ന ആളെ എടുക്കുക, ഞങ്ങൾ മറ്റോന്റെ എടുക്കുക, ഞങ്ങൾ ഇവന്റെ എടുക്കുക. എന്തിനങ്ങനെ കടന്നു ഓടുന്നത്? ഓടണ്ട എന്നല്ല, ആരെടുത്ത് കൈ ഓടുന്നത്? ഇവിടെയാണ് അതിന്റെ പ്രശ്നം. മാതാവിന്റെയും പിതാവിന്റെയും അണ്ഡവും ബീജവും സംയോജിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, 3 ഇരുട്ടറയുടെ ഉള്ളിലേക്ക് തെറിച്ചുപോയ ഇന്ദ്രിയത്തുള്ളി. ഇന്നാ അഹദകും യജ്മഉ ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك ثم يرسل إليه الملك فينفخ فيه الروح. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരുടെയും സൃഷ്ടി സംവിധാനം ചെയ്യുന്നത് 40 യൗമൻ നുത്ഫ, 40 ദിവസം നുത്ഫത്താണ്, രേതസ്കണമാണ്, ഇന്ദ്രിയത്തുള്ളിയ. ആ തെറിച്ചുപോയ ദ്രാവകണ്ടല്ലോ, അണ്ഡവും ബീജവും സംയോജിപ്പിച്ചുകൊണ്ട് സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് തെറിച്ചുപോയ ആ ദ്രാവകം, അള്ളാഹു അതിന്റെ കവാടം മൂടപ്പെട്ടു. ആ ദ്രാവകം എന്തായി? അള്ളാഹു പറഞ്ഞു, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, 40 ദിവസം അത് ഇന്ദ്രിയത്തുള്ളിയ. 40 ദിവസം കഴിയുമ്പോ അതിന് രൂപമാറ്റം വന്നു. എന്തായി അത്? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഗർഭാശയ ഭിത്തിയോട് ഒട്ടി നിൽക്കുന്ന അലഖത്തെന്ന് ഖുർആൻ പറഞ്ഞ സുമ്മ ഖലഖ്ന നുത്ഫത അലഖ. ഗർഭാശയ ഭിത്തിയോട് ഒട്ടി നിൽക്കുന്ന, മേൽഭിത്തിയോട് ഒട്ടി നിൽക്കുന്ന അട്ട എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. അട്ട വെള്ളത്തിൽ കാണാം, വാലും തലയും കൂർത്ത, നടുഭാഗം വീർത്ത ഒരു പ്രത്യേകമായ ജീവിയെ പോലെ അള്ളാഹു ഇന്ദ്രിയത്തുള്ളിയെ ഈ രൂപത്തിലാക്കി. എത്ര ദിവസം കഴിഞ്ഞപ്പോ? 40 ദിവസം കഴിഞ്ഞു. നല്ല ശ്രദ്ധിച്ചോളി. മനുഷ്യണ്ടാവുക, കുട്ടി ഉണ്ടാവുക, അള്ളാനെ അറിയാൻ ഇതാണ് മാർഗം. അള്ളാന്ന് നീട്ടി വിളിച്ചോണ്ടൊന്നും അള്ളാനെ അറിയില്ല. അങ്ങനെ അള്ളാഹു പറഞ്ഞു, അതിനെ 40 ദിവസം കഴിഞ്ഞപ്പോ ഗർഭാശയത്തിന്റെ മേൽഭിത്തിയോടൊട്ടി നിൽക്കുന്ന അട്ടയെ പോലെ അള്ളാഹു അതിനെ ആക്കി.
സുമ്മ ഖലഖനൽ അലഖത മുദ്ഗ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു 40 ദിവസം കഴിയുമ്പോ ഒരേപോലെയാണ് ആയത്തും ഹദീസും പോണത്. ഇന്ന അഹദകും യജ്മഉ ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക് സുമ്മ യകൂനു മുദ്ഗതൻ മിസ്ല ദാലിക്. ഹദീസ് അങ്ങനെ. ഖുർആനോ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما. ഖുർആൻ ഇങ്ങനെ രണ്ടും ഒരേപോലെ 40 ദിവസം കഴിഞ്ഞപ്പോ ചവച്ചരച്ച മാംസത്തിന്റെ ഉരുള പോലെയാക്കി. ചവച്ചരച്ച മാംസത്തിന്റെ ഉരുള പോലെ. ഗർഭപാത്രത്തിൽ കിടക്കുന്ന രൂപം എങ്ങനെ? ചവച്ചരച്ച മാംസത്തിന്റെ ഉരുള പോലെ അല്ലാഹു അതിനാക്കി. ഇനി വീണ്ടും 40 ദിവസം കഴിയുമ്പോഴോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അസ്ഥികൾ നൽകി. എന്നിട്ട് ഫകസൗനൽ ഇളാമ ലഹ്മാ, മാംസം അസ്ഥി കൊണ്ട് അസ്ഥിയെ മാംസം കൊണ്ട് അല്ലാഹു പൊതിഞ്ഞു. ഫകസൗനൽ ഇളാമ ലഹ്മാ ثم أنشأناه خلقا آخر, പിന്നെ മറ്റൊരു രൂപമാക്കി അല്ലാഹു അതിനെ. നോക്കണേ, ആദ്യം എന്താ ചെയ്തത്? ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ 3 അറ, ഇരുട്ടറ, ആ അറയിലേക്ക് തെറിച്ചുപോയി ഇന്ദ്രിയത്തുള്ളി. അണ്ഡവും ബീജവും സംയോജിപ്പിച്ചുകൊണ്ട് എന്നിട്ട് ആ ഇരുട്ടറയിലെത്തി. 40 ദിവസം കഴിഞ്ഞപ്പോ രൂപമാറ്റം വരുത്തി. ഗർഭാശയ ഭിത്തിയിൽ ഒട്ടി നിൽക്കുന്ന മേൽ പറയപ്പെട്ട ജീവിയെ പോലെയാക്കി. വീണ്ടും 40 ദിവസം കഴിഞ്ഞപ്പോ ചവച്ചരച്ച മാംസത്തിന്റെ ഉരുള പോലെയാക്കി. വീണ്ടും 40 ദിവസം കഴിഞ്ഞപ്പോ അസ്ഥികൾ നൽകി മാംസം കൊണ്ട് അതിനെ പൊതിഞ്ഞു. എന്നിട്ട് അല്ലാഹു സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, മറ്റൊരു രൂപമാക്കി. നമ്മളൊന്ന് കണ്ടോക്കിയത് ഇപ്പൊ കാണാനുള്ള സൗകര്യം കണ്ടല്ലോ. എല്ലാ സൗകര്യമുള്ള കാലഘട്ടമാണല്ലോ. അല്ലാഹു അതിനെ ചുരുട്ടിക്കൂട്ടി ഗർഭപാത്രത്തിൽ ഈ രൂപത്തിൽ കിടത്തി. സുമ്മ യുർസലു ഇലൈഹി, 17 ആഴ്ചയും 1 ദിവസവും പൂർത്തിയായപ്പോ, 4 മാസം പൂർത്തിയായപ്പോ, 17 ആഴ്ചയും 1 ദിവസവും പൂർത്തിയായപ്പോ സുമ്മ യുർസലു ഇലൈഹി, ഗർഭപാത്രത്തിലേക്ക് അല്ലാഹു അയച്ചു അൽ മലക്കു, ഒരു മലക്കിനെ. ഫയൻഫുഖു ഫീഹി റൂഹ്, കണക്ഷൻ കൊടുത്തു. ഇപ്പോഴാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഇതുവരെ അതിന് കണക്ഷൻ കൊടുത്തിട്ടില്ല. അല്ലാഹുവിങ്കൽ നിന്നുള്ള റൂഹ് ഊതുകയാണ്. ഫയൻഫുഖു ഫീഹി റൂഹ്. 4 മാസം പൂർത്തിയായപ്പോ ആ രൂപത്തിന് അല്ലാഹു ജീവൻ നൽകി. അത് ചലിക്കാൻ തുടങ്ങി, അനങ്ങാൻ തുടങ്ങി. മൊത്തം 9 മാസവും ചില്ലറ ദിവസവും പൂർത്തിയായപ്പോ ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. 9 മാസവും ചില്ലറ ദിവസവും പൂർത്തിയായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാക്കളിൽ അത്യുത്തമനായ റബ്ബിന്റെ അത്ഭുതകരമായ സൃഷ്ടിത നോക്കണേ. സൃഷ്ടാക്കളിൽ അത്യുത്തമനായ അല്ലാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിത. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. പെടഞ്ഞിങ്ങനെ കരഞ്ഞ് കൈകൾ ചുരുട്ടിപ്പിടിച്ച്, കാലുകൾ ചുരുട്ടി, കൈകൾ ചുരുട്ടിപ്പിടിച്ച് അല്ലാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിത ഈ ഭൂമുഖത്തേക്ക് വന്നിരിക്കുകയാണ്. ആ വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയ, കരഞ്ഞുകൊണ്ട്. വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, കേട്ടവര് സന്തോഷം കൊണ്ട് ചിരിച്ചുപോയി. അൽഹംദുലില്ലാഹ്. ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ആ റൂമിന്റെ പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോ അൽഹംദുലില്ലാഹ്. കുട്ടിയാണെങ്കിലോ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. അത്ഭുതകരമായ സൃഷ്ടി പുറത്തു വന്നില്ലേ?
അള്ളാഹുവിനെ കണ്ടെത്താൻ ഏറ്റവും യോഗ്യമായ സൃഷ്ടിത. ഈ സൃഷ്ടിയിലൂടെ നിനക്ക് അള്ളാഹുവിനെ കണ്ടെത്താം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അലം നജ്അലിൽ അർള ബിഹാദ് അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ. കാണുന്ന 2 കണ്ണുകള്, കേൾക്കുന്ന കാതുകള്, ശ്വസിക്കുന്ന മൂക്കുകള്, സംസാരിക്കുന്ന നാവുകള്, അതുപോലെയുള്ള അവയവങ്ങളെ കുറിച്ച് അവൻ ചിന്തിക്കട്ടെ. അള്ളാഹു പറയുകയാണ്, അലം നജ്അൽ ലഹു ഐനൈനി, 2 കണ്ണ് നിനക്ക് ഞാൻ തന്നില്ലേ? കണ്ണിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. അൽഹംദുലില്ലാഹ്. അവൻ ജനിക്കുന്നതിന്റെ നാളുകൾക്ക് മുമ്പ് തന്നെ അവന്റെ ആ കുഞ്ഞിന്റെ ഉമ്മായുടെ മാറിലുള്ള പാൽക്കുടങ്ങളിൽ അവന് കുടിക്കുവാൻ ഏറ്റവും യോഗ്യമായ പ്രോട്ടീൻസ് മുഴുവനും അടങ്ങിയ എല്ലാ തരത്തിലുള്ള വിറ്റാമിൻസുമുള്ള പാൽ അല്ലാഹു സുസജ്ജമാക്കി. 15 ദിവസം കഴിയുമ്പോൾ കൊടുക്കുന്ന പാല്, 1 മാസം കഴിഞ്ഞാൽ കൊടുക്കേണ്ട പാല്, 1 വർഷം കഴിഞ്ഞാൽ കൊടുക്കേണ്ട പാല്, ഔലൈനി കാമിലൈനി 2 വയസ്സുവരെ കൊടുക്കേണ്ട പാല് അവന്റെ ഉമ്മായുടെ പാൽക്കുടങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമയാസമയങ്ങളിൽ ഈ കുട്ടിയുടെ ആരോഗ്യത്തിനനുസരിച്ച് എത്തിച്ചു കൊടുക്കുമ്പോ അതിന്റെ ഉറവിടം എവിടെ? ഈ പാലിന്റെ ഫാക്ടറി എവിടെ? അതിന്റെ ഉറവിടം എവിടെ? ആദ്യം കൊടുക്കുന്ന പാലിന്റെ കളറ് വ്യത്യാസം, അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വ്യത്യാസം. ഇവൻ കുടിക്കുന്ന ഈ പാലല്ല 1 മാസം കഴിഞ്ഞാൽ ഈ കുട്ടി കുടിക്കുന്നത്. ആ 1 മാസം 40 ദിവസം കഴിഞ്ഞപ്പോ അവൻ കുടിച്ച പാലല്ല 4 മാസം കഴിഞ്ഞപ്പോ. അതിന്റെ അളവില്, അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അല്ലാഹു മാറ്റി 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ അവന് മുല കൊടുത്തോളണം. ആ കൊച്ചിന് മുല കൊടുത്തോളണം. 2 വയസ്സ് പൂർത്തിയാകും. ആ പാലിന്റെ രൂപങ്ങൾക്കൊക്കെ മാറ്റം വരുത്തിയ അവൻ മലർന്നു കിടക്കുന്നു, കമഴ്ന്നു കിടക്കുന്നു, മുട്ടുകുത്തുന്നു, ഇരിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു, പിച്ച വെച്ച് ഓരടിങ്ങനെ നടക്കുന്നു, നടക്കാൻ തുടങ്ങുന്നു, ഓടാൻ തുടങ്ങുന്നു. ശിശുവായി ബാല്യം, കൗമാരം, യുവത്വം, അങ്ങനെ അവനിങ്ങനെ നടക്കുമ്പോ അവൻ ചിന്തിച്ചോളണം, പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോര കട്ട, പിന്നെ നീ കാട്ടം ചുമന്നോരു കൊട്ട, പെട്ടാലോ ചത്തേച്ചകം മല്ല പൊട്ട, പറനിന്റുടൽക്കെന്തഭിമാനം പൊട്ട. പൊട്ട മുൻ തുള്ളി, നീ മുമ്പ് ആരായിരുന്നു? ഒരു തുള്ളി. പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നെ നീ കാട്ടം ചുമന്നോരു കൊട്ട. ഇപ്പൊ ആരാ? കാട്ടം ചുമന്നൊരു കൊട്ട, കാഷ്ടം ചുമന്നൊരു കൊട്ട. ഒരു കൊട്ട 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 ഏറ്റിട്ട് കിടന്ന് നടക്കും. ചില ആളുകൾക്ക് അത് കുറച്ച് കൂടുതലുണ്ടാവും. എന്ത് രസം! പൊട്ട 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 പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നെ നീ കാട്ടം ചുമന്നോരു കൊട്ട. ഏറ്റി നടക്ക. അതിന്റെ ഉള്ളിലൊക്കെ എന്താ? അതിന്റെ ഉള്ളിലൊക്കെ എന്താ? വയറിളക്കി വെക്കണം. അല്ലാ, എന്താണ് അതിന്റെ ഉള്ളിലൊക്കെ? അതിന്റെ ബലത്തിലാണ് ഈ നടക്കുന്നത്. അതൊരു 4 പ്രാവശ്യം പോയാലോ തളർന്നു. അങ്ങനെ ഏറ്റി നടക്കുക. യഥാർത്ഥത്തിലൊന്ന് ചിന്തിച്ചു നോക്കാം നിന്റെ ആദ്യത്തിലേക്ക്. അല്ലാഹുവിനെ കണ്ടെത്താൻ ഫൻദുർ ഇലാ നഫ്സിക, നിന്റെ ശരീരത്തിലേക്ക് നോക്ക്. ഫഖദ് അറഫ റബ്ബഹു, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ നിനക്ക് ഏറ്റവും യോഗ്യമായ കാര്യം നിന്റെ ശരീരമാണ്. ആ ശരീരത്തിലുള്ള ഒന്നും നിന്റെ നിയന്ത്രണത്തിലല്ല. നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് നിന്റെ നിയന്ത്രണത്തിലാണോ? അല്ലല്ലോ. മിടിച്ചുകൊണ്ടിരിക്കല്ലേ? ഇവിടെ അങ്ങനെ തൊട്ടോക്ക്, സ്പന്ദനം മിടിച്ചുകൊണ്ടേയിരിക്കുക. നിന്റെ കണ്ണിന്റെ കൺപോളയുടെ അടയലും തുറയിലും നിന്റെ നിയന്ത്രണത്തിലാണോ? അല്ല. അടഞ്ഞുകൊണ്ടിരിക്കുക, തുറന്നുകൊണ്ടിരിക്കുക, അടഞ്ഞുകൊണ്ടിരിക്കുക, തുറന്നുകൊണ്ടിരിക്കുക. നിന്റെ ശ്വാസോച്ഛ്വാസം നിന്റെ നിയന്ത്രണത്തിലാണോ? അല്ല. ശ്വാസം വലിക്കുന്നു, ശ്വാസം വിടുന്നു, വലിക്കുന്നു. ശ്വാസോച്ഛ്വാസം നിന്റെ നിയന്ത്രണത്തിലല്ല.
കണ്ണിന്റെ അടയലും തുറയിലും നിന്റെ നിയന്ത്രണത്തിലല്ല. ഹൃദയത്തിന്റെ പ്രവർത്തനം നിന്റെ നിയന്ത്രണത്തിലല്ല. ഉറക്കം നിന്റെ നിയന്ത്രണത്തിലല്ല. ഉണർച്ച നിന്റെ നിയന്ത്രണത്തിലല്ല. കോട്ടുവായ നിന്റെ നിയന്ത്രണത്തിലല്ല. തുമ്പല് നിന്റെ നിയന്ത്രണത്തിലല്ല. മലമൂത്ര വിസർജനം നിന്റെ നിയന്ത്രണത്തിലല്ല. നിന്റെ നിയന്ത്രണത്തിലുള്ളത് നിന്റെ ശരീരത്തിൽ യാതൊന്നുമില്ല. നടക്കുക ഞാൻ 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 പറഞ്ഞ അവാർഡ് കിട്ടിയതല്ല. ഞാൻ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്ത് ഞാൻ? നിന്റെ കണ്ണിന്റെ അടയലും തുറയിലും നിന്റെ നിയന്ത്രണത്തിലല്ല. നിന്റെ ചാവി നിന്റെ കയ്യിലല്ല. ശ്വാസോച്ഛ്വാസത്തിന്റെ ചാവി നിന്റെ കയ്യിലല്ല. ഹൃദയത്തിന്റെ ചലനം നിന്റെ കയ്യിലല്ല. മലമൂത്ര വിസർജനം നിന്റെ നിയന്ത്രണത്തിലല്ല. മൂത്രമൊഴിക്കാൻ മുട്ടിയാല്, മറക്കിരിക്കാൻ മുട്ടിയാലൊക്കെ ഓടും ചില ആളുകൾ. സ്ഥലം ഒന്നും നോക്കൂല. നിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ നിനക്ക് കുറച്ചും കൂടി അങ്ങോട്ട് എത്തിക്കായിരുന്നില്ലേ? നിന്റെ നിയന്ത്രണത്തിലല്ല. ഉറക്കം വരിക എന്നാ പറയാ. ഉറക്കം വരുന്നുണ്ട്, അത് വരുന്നതാ, നിന്റെ നിയന്ത്രണത്തിലല്ല. ഉണർച്ച നിന്റെ നിയന്ത്രണത്തിലല്ല. നിന്റെ ശരീരത്തിലുള്ളത് ഒന്നും നിന്റെ നിയന്ത്രണത്തിലല്ല. അടുത്ത സമയം എന്താണ് സംഭവിക്കുക നിനക്കറിയുക പോലുമില്ല. അടുത്ത സമയം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തെല്ലാം പ്രതീക്ഷയോടുകൂടെ വീട്ടിൽ നിന്നിറങ്ങിയ ആളുകൾ, ഏതെല്ലാം തരത്തിലുള്ള ആളുകളാണ്. ഈ റോഡില് ചതഞ്ഞരഞ്ഞ് മരിച്ച ധാരാളം ആളുകളില്ലേ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക? ഒരുപാട് മനക്കോട്ടകളുമായി നടക്കുന്ന നമ്മുടെ ജീവിതത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിനെ കണ്ടെത്താൻ നിന്റെ ബോഡിയിലേക്ക് നീ ഒന്ന് നോക്കിക്കോ. ഫഖദ് അറഫ റബ്ബഹു. അല്ലാഹുവിനെ കണ്ടെത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട്, അല്ല ശ്രദ്ധിച്ചോളി, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് അടുത്തുകൊണ്ടുള്ള വിശ്വാസിയാണ്. ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസമാകരുത്. വിശ്വാസം രൂഢമൂലമായിരിക്കണം. അങ്ങനെ ഒരാൾ അടുത്തു കഴിഞ്ഞാൽ അതിപെടാജ്ഞാനം പലേതും ന്യായമാൽ പാടീത്തെ മാനിയായ ബാക്കിയോനിൽ പ്രിയമാൽ ആടൂത്തേ ഉദിപകലിലൊക്കെയും നോമ്പതും പീഡീത്തെ ഉറങ്ങിടാതെ രാവിൽ നിണ്ട് തൊഴുതിടും സാദത്തെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് അടുത്തുപോയി. എങ്ങനെ അവരടുത്തു? അറിഞ്ഞുകൊണ്ടടുത്തു. മതിപെടാജ്ഞാനം പലേതും ന്യായമാൽ പാടീത്തെ മാനിയായ ബാക്കിയോനിൽ പ്രിയമാൽ ആടൂത്തേ. അല്ലാഹുവിലേക്ക് അടുത്തു. നമ്മൾ അടുക്കണില്ല. അറിഞ്ഞുകൊണ്ട് അടുക്കാൻ കഴിയണം. നമ്മൾ അടുക്കണില്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഈജിപ്തിലാണ്, മിസ്രിലാണ് അവരുടെ ഖബർ. അവരുടെ ഖബറിന്റെ മുകൾ ഭാഗത്ത് കറുത്ത ഒരു മീസാൻ കല്ലുണ്ട്. ഗ്രാനൈറ്റിന്റെ ആ കറുത്ത മീസാൻ കല്ലിൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ചുരുക്കമായി എഴുതി വെക്കപ്പെട്ട കൂട്ടത്തിൽ 6000 തവണ ആ കാണുന്ന ഖബറിൽ ഇരുന്നുകൊണ്ട് അവർ പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി പാരായണം ചെയ്തു അത്രേ. 6000 തവണ 6000 ഖത്തം തീർത്ത 6000 പ്രാവശ്യം ഖുർആൻ ഈ ഖബറിലിരുന്ന് മുഴുവനായി ഓതി തീർത്തു. ആ ഖബറിലാണ് അവരെ അടക്കം ചെയ്തത്. അവരല്ലാഹുവിലേക്ക് എത്രമാത്രം അടുത്തു. അവർക്ക് കിടക്കാനുള്ള ഖബറിൽ ഇരുന്നുകൊണ്ട് 6000 പ്രാവശ്യം പരിശുദ്ധമായ ഖുർആൻ ഓതി തീർത്തു. ആ ഖബറിലാണ് അവർ കിടക്കുന്നത്. മാത്രമല്ല ഉദിപകലിലൊക്കെയും നോമ്പതും പീഡീത്തെ ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊഴുതിടും സാദത്തെ. 30 കൊല്ലം തുടർച്ചയായി അവർ നോമ്പ് നോറ്റു. 30 കൊല്ലം നോമ്പ് നോറ്റു. സ്ത്രീകൾക്ക് നോമ്പ് പാടില്ലാത്ത ദിവസങ്ങളല്ലാത്ത,
സ്ത്രീകൾക്ക് നോമ്പ് പാടില്ലാത്ത ദിവസങ്ങളല്ലാത്ത ബാക്കി എല്ലാ ദിവസങ്ങളിലും അവർക്ക് നോമ്പായിരുന്നു. അങ്ങനെ എത്ര കാലം അവർ നോമ്പ് നോറ്റെന്നറിയോ? 30 കൊല്ലം അവർ നോമ്പ് നോറ്റു. അവർക്ക് മരണമാസന്നമായപ്പോ ആ രാജ്യത്തുള്ള പ്രഗത്ഭനായ ഒരു ഡോക്ടർ വന്നുകൊണ്ട് അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നോമ്പൊന്ന് മുറിക്കുക, ഈ മരുന്നൊന്ന് കുടിക്കുക. നോമ്പൊന്ന് മുറിക്കുക, ഈ മരുന്ന് കുടിക്കുക. അവർ ഈ ലോകത്തോട് ഇവിടെ പറയാൻ അടുത്ത് കിടക്കുമ്പോ തരിത്തവരോടോതി ഞാൻ മുറിത്തിട സൗമാനെ തടിയവൻ നോമ്പോട് കൂടെ എന്ന് ഇപ്പള് താനേ മരണമാകും എണ്ട് തിണ്ട് ഓതിയന്നാമാനെ മാനിത സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. മരുന്നൊന്ന് കുടിക്കാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞതെന്താ? ഞാൻ 30 കൊല്ലമായി നോമ്പുകാരിയാണ്. എന്റെ റബ്ബിനെ നോമ്പുകാരിയായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ മരുന്ന് കുടിക്കുക? അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മരുന്ന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ലോകത്തോട് വിട പറയുകയാണ്. മരണമാണെന്ന് ഉറപ്പായപ്പോ മരണമാകും എണ്ട് ബിണ്ട് ഓതി അന്നാമാനെ മാനിത സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. അൻആം സൂറത്ത് ഓതിക്കൊണ്ടിരിക്കെ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയ്യുഹും ബിമാ കാനൂ യഅമലൂൻ. ഈ സൂറത്ത് അങ്ങനെ ഓതിക്കൊണ്ടിരിക്കെ, ഈ ആയത്തങ്ങനെ ഓതിക്കൊണ്ടിരിക്കെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ ഖബർ മിസ്റിലാണ്, ഈജിപ്തിലാണ്. അവരുടെ ഖബറിന്റെ മുകൾ ഭാഗത്ത് മേൽ പറയപ്പെട്ട വീതിയേറിയ ഒരു കല്ലിൽ അവരുടെ ചരിത്രം മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കായുള്ള ആളുകളൊക്കെ പോയി കണ്ടോളി, സിയാറത്ത് ചെയ്തോളി. എന്നും ഒരു ഫാത്തിഹ, ഉറങ്ങാൻ സമയത്ത് ഒരു ഫാത്തിഹ അവരുടെ പേരിൽ ഓതി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കാലക്കാരിയായിരുന്നു, ലോകം അറിയപ്പെട്ട പണ്ഡിതയായിരുന്നു. അവര് അനേകായിരം ഹദീസുകൾ മനഃപ്പാടമുള്ളവരായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമകളായി ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരമകളായിട്ട് വരുന്ന ബല്ലിയ കണക്കിൽ സുഹറ ബീക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീബി നഫീസത്തെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമകളായിട്ട് വരുന്നവരാണ് നഫീസത്തുൽ മിസ്രിയ. ഞാൻ പറഞ്ഞു വന്നത്, അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഒരാൾ അടുക്കുന്നതും അറിയാതെ അടുക്കുന്നതും തമ്മിൽ വ്യത്യാസം. അറിഞ്ഞുകൊണ്ട് അടുക്കുന്നതും അറിയാതെ അടുക്കുന്നതും തമ്മിൽ വ്യത്യാസം. അതുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അടുത്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയാവലാണ് സമാധാനത്തിന്റെ വഴികളിൽ ഒന്നാമത്തെ വഴി. ഈമാൻ ഉണ്ടാക്കിയെടുക്കുക, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അടുത്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയാവുക. 2, വേഗം പറയട്ടെ, 2 എല്ലാം ശ്രദ്ധിച്ചു. 2, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത്ത്, അത് നന്നായാൽ സലഹൽ ജസദു കുല്ലുഹു, ശരീരത്തിന് മുഴുവനും സമാധാനമാണ്. അത് നന്നാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത്ത്, അത് നന്നായാൽ സലഹൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും നന്നായി. വ ഇദാ ഫസദത്ത്, അതെങ്ങാനും ചീത്തയായാലോ ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും ചീത്തയായി. അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇത് നന്നാവണം, സമാധാനം ഉണ്ടാവാൻ ഇത് നന്നാവണം. ഏത് നന്നാവണം? അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കണ്ട. ശ്രദ്ധിച്ചോളി, അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട. നിങ്ങൾ ശ്രദ്ധിക്കണില്ല. കുറച്ചേരം കൂടി ഒന്നും കൂടെ ശ്രദ്ധിക്കും. നേരെ
അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കണ്ട. പുറമേക്ക് നല്ലൊരു രൂപമാണതിനുള്ളത്, പറയാനറക്കും കാര്യമല്ലേ ഉള്ളില്. ഏതിന്റെ ഉള്ളില്? നിങ്ങളിവിടെ ശ്രദ്ധിക്കണില്ല. ഇപ്പൊ മനസ്സിലായി. പുറമേക്ക് നല്ലൊരു രൂപമാണതിനുള്ളത്, പറയാനറക്കും കാര്യമല്ലേ ഉള്ളില്. ഇതുപോലെ ചിലരുടെ കൽബുകൾ ഉണ്ടെന്നത് തിരുമുസ്തഫ നബി തങ്ങളാ പറയുന്നത്. അതുകൊണ്ട് ശുദ്ധി വരുത്തടോ കൽബൊന്ന്, അല്ലാത്ത അമലിനെന്ത് ഫലമായിന്ന്. ചില ആളുകൾ ഏതുപോലെ കക്കൂസിന്റെ ക്ലോസറ്റ് പോലെ. ചില ആളുകൾ എന്താ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പുറമേക്ക് നല്ലൊരു രൂപമാണതിനുള്ളത്, പറയാനറക്കും കാര്യമല്ലേ ഉള്ളില്. ഇതുപോലെ ചിലരുടെ കൽബുകൾ ഉണ്ടെന്നത് തിരുമുസ്തഫ നബി തങ്ങളാ പറയുന്നത്. ചില ആളുകളുടെ കൽബ് വളരെ മോശം. എവിടെല്ലാം സമാധാനം ഉണ്ടാവുക? വളരെ 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 മോശം. അവരുടെ കൽബില് കിബറുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹസദ് അസൂയ, ഹിർസുണ്ട് അത്യാഗ്രഹം, റിയാ ഉണ്ട് ലോകമാന്യം. അതുപോലെ മാരകമായ ഒരുപാട് മഹാരോഗങ്ങൾ പിടിപെട്ട ആളുകളുണ്ട്. ഞാനെന്ന ഭാവം അഹംഭാവം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസിന് പറ്റിയതാ. ഞാനോ എന്നാ ചോദിച്ച അല്ലാഹുവോട്, ഞാൻ ഇവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യും എന്താ? അപ്പൊ വസ്തക്ബറ, വൈമനസ്യം കാണിച്ചു, അവർ അഹങ്കരിച്ചു. മനുഷ്യന്മാരുടെ കൽബില്, നല്ലൊരു വിഭാഗം ആളുകളുടെയും കൽബില് ഈ അഹംഭാവം മനുഷ്യന്മാർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ ഹസദുണ്ട്, അസൂയ. തന്റെ സഹോദരൻ ഉണ്ടായി കാണുന്ന നിഅമത്ത് നീങ്ങിക്കാണാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അതിൽ പൊറുതിയേടുണ്ടാകുക. ഇവിടെ നല്ലൊരു പേര, നല്ലൊരു വീട്, ആ വീടങ്ങനെ ഉയരുമ്പോ, ആ വീടങ്ങനെ പൊങ്ങുമ്പോ അടുത്ത വീട്ടുകാരൻ എന്തോ ഒരു പ്രയാസം ഉണ്ടാകും. ചിലപ്പോ അത് പുറത്തേക്ക് ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഉള്ളിലിങ്ങനെ. ഇവൻ ഉയരുമ്പോഴൊക്കെ ഇവന്റെ കൽബിനൊരു പ്രയാസം. അവൻ സാമ്പത്തികമായി, ബിസിനസ് പരമായി, മക്കളായി, അങ്ങനെയൊക്കെ ഇങ്ങനെ ഉയരുമ്പോ ഇവന്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു പൊറുതിയേടുണ്ടായി. ഹസദ് എന്ന രോഗം അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ രോഗത്തിന്റെ പേര് ഹസദ് എന്നാണ്. ഹിർസ്, അത്യാഗ്രഹം. എത്ര കിട്ടിയാലും മതിവരാത്ത ഒരവസ്ഥക്കാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ്, ഖബറിൽ വായിൽ വണ്ടി വീഴുന്നത് വരെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഹിർസ് എന്ന് പറയുന്ന, അത്യാഗ്രഹം എന്ന് പറയുന്ന രോഗം ഖൽബിന് പിടിപെടുന്ന രോഗമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് ഖൽബിങ്ങനെ മലീമസമായ ഒരുപാട് ആളുകള്, ഹൃദയം മലീമസമായ ഒരുപാട് ആളുകള് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് മനസ്സമാധാനമുണ്ടാകാൻ ഖൽബൊന്ന് ശുദ്ധിയാക്കണം. യാതൊരു കുഴപ്പമില്ല, എന്റെ ഖൽബ് ശുദ്ധാണെന്ന് പറഞ്ഞതുകൊണ്ടായില്ല. എങ്ങനെ ശുദ്ധിയാക്കണം? അത് ശുദ്ധമാക്കാനുള്ള സോപ്പാ തൗബ, അഴുക്കൊക്കെ നീക്കാൻ മെച്ചമാല റൈബ. അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ എങ്ങനെ ഇത് ശുദ്ധിയാക്കുക? ഇത് ശുദ്ധിയാക്കാൻ കുളിച്ചാൽ മതി. നന്നായിട്ട് കഴുകി അങ്ങോട്ട് ഉഷാറാക്കിയാൽ ഇത് ശുദ്ധിയായി. പുറം ഉള്ളെങ്ങനെ ശുദ്ധിയാക്കുക? അത് ശുദ്ധിയാക്കാനുള്ള സോപ്പാ തൗബ, അഴുക്കൊക്കെ നീക്കാൻ മെച്ചമാല റൈബ. തൗബ
യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ, നിങ്ങൾ തൗബ ചെയ്യുക, പൊറുക്കലിനെ തേടുക. ഫഇന്നീ അതൂബു ഫിൽ യൗമി 100 മറ, ഞാൻ എല്ലാ ദിവസവും 100 പ്രാവശ്യം തൗബ ചെയ്യാറുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദോഷം ചെയ്യാത്ത നബി മുഹമ്മദ് മുസ്തഫ, അള്ളാന്റെ റസൂല് പറയാ, ഞാൻ എല്ലാ ദിവസവും 100 പ്രാവശ്യം തൗബ ചെയ്യാറുണ്ട്. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബകും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും വലാ തതവല്ലൂ മുജ്രിമീൻ. ഓ ജനങ്ങളെ, നിങ്ങൾ പൊറുക്കലിനെ തേടുക. ഇസ്തഗ്ഫിറൂ റബ്ബകും സുമ്മ തൂബൂ ഇലൈഹി, ഖേദിച്ചു മടങ്ങുക, പാശ്ചാത്തപിക്കുക. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, കടുത്ത ചൂടിന്റെ ശമനമായി സമൃദ്ധമായ മഴ നിങ്ങൾക്ക് നാം വർഷിപ്പിച്ചു തരാം. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, മഴ വർഷിപ്പിച്ചു തരും. എന്ത് ചെയ്താ? തൗബ ചെയ്തു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. തൗബ ചെയ്തു, പൊറുക്കലിനത്ത് രക്ഷപ്പെടാൻ. നീ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തുപോയി റബ്ബേ. കണ്ണുകൊണ്ടുള്ള, കാതുകൊണ്ടുള്ള, നാവുകൊണ്ടുള്ള, ഇതര അവയവങ്ങളെ കൊണ്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ടുകൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് അല്ലാഹുവേ ഞാൻ ചെയ്തുപോയി റബ്ബേ. നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു റബ്ബേ. കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയോ. തട്ടൂല, അള്ളാഹു തട്ടൂല, പുറത്തു തരും അള്ളാഹു. അള്ളാഹു പുറത്തു തട്ടെ. മനസ്സൊന്ന് ശുദ്ധം, മനസ്സൊന്ന് ശുദ്ധം. എന്തുകൊണ്ട്? മനസ്സറിഞ്ഞൊരു 100 പ്രാവശ്യം അള്ളാഹിനോട് തൗബ ചെയ്താൽ, കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയോ. ആരും എനിക്കില്ലല്ലോ നീ അല്ലാതെ എന്നും പറഞ്ഞു നീ തേടടോ വല്ലാതെ. പടച്ചോനെ എനിക്കാരുമില്ല റബ്ബ്. ഇതൊരു സ്റ്റെപ്പിലെത്തി വായിക്കട്ടെ. പടച്ചോനെ എനിക്കാരുമില്ല, എനിക്ക് പുറത്തു തരണേ. നിഷ്കളങ്കമായി, നിഷ്കപടമായി അള്ളാഹുവിനോടൊരു മനുഷ്യൻ കൈയുയർത്തിക്കൊണ്ട് തേടിയാൽ അള്ളാഹ്ക്ക് ലജ്ജയാണ്. ഉയർത്തിയ കൈകളെ വെറുതെ മടക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ലജ്ജ. അള്ളാഹ് മടക്കൂല. അള്ളാന്റെ നോട്ടം താടിയിലേക്കല്ല. താടിയുടെ നീളം പ്രശ്നമല്ല. ഇവിടെ വലിയ വലിയ താടിക്കാരുണ്ട്, കാലിന്റെ അടി വരെ മുട്ടണ താടി. താടിയുടെ കറുപ്പിലേക്കോ ചോപ്പിലേക്കോ അള്ള നോക്കുന്നില്ല. ചില ആൾക്കാരെ താടിക്ക് ചോപ്പ് കളഞ്ഞു, ചില ആൾക്കാരെ താടി വെളുത്തിട്ടാവും, ചില ആളുകളുടെ താടി നല്ല കറുത്തിരുണ്ട താടിയാവും. താടിയുടെ കളറല്ല പ്രശ്നം, താടിയുടെ നീളമല്ല പ്രശ്നം, താടിയുടെ കോണും ഏണുമല്ല പ്രശ്നം. പല കോണുള്ള താടി, അങ്ങനെ കോണുങ്ങൾ ഇങ്ങനെ ഏണായിട്ട് കോണിയായിട്ട് അള്ളാഹ്ക്ക് പ്രശ്നമല്ല. നീളക്കുപ്പായം അള്ളാഹ്ക്ക് പ്രശ്നമല്ല. ഒല്ലി അള്ളാഹ്ക്ക് പ്രശ്നമല്ല. ദശുവി അള്ളാഹ്ക്ക് പ്രശ്നമല്ല. വിക്രമുട്ടി അള്ളാഹ്ക്ക് പ്രശ്നമല്ല. ശരീരത്തിലേക്ക് അള്ളാഹു നോക്കണില്ല, രൂപത്തിലേക്ക് അള്ളാഹു നോക്കണില്ല. അള്ളാഹുവിന്റെ നോട്ടം ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം. അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ ആദ്യമായി ശുദ്ധീകരിക്കേണ്ടത് അവന്റെ ഹൃദയമാണ്.
സമാധാനത്തിന്റെ ഉറവിടം അവിടെയാണ്. സമാധാനമുണ്ടാകേണ്ടത് അവിടെയാണ്. അതിനാണ് സമാധാനമുണ്ടാകേണ്ടത്. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അടുത്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയാവുക ഒന്ന്. രണ്ടാമത് മനസ്സിനെ ശുദ്ധമാക്കുക. രണ്ട്, ഇനി ഇൻഷാ അല്ലാഹ് ബക്കറ്റോട് കുട്ടികൾ വരുമ്പോൾ കാര്യമായി എന്തെങ്കിലും ആ ബക്കറ്റിൽ ഇട്ടുകൊടുക്കും. ഏതാണ് സ്ഥലമെന്നും ആരാണ് ഈ കിടക്കുന്നതെന്നും എവിടെയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നും എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നും മുഖവുരയിൽ പറഞ്ഞു. അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ നല്ല നിയ്യത്തോടുകൂടെ ഈ ബക്കറ്റിലേക്ക് കാര്യമായ സംഖ്യ കൊടുക്കും. ഇതൊരു പണപ്പിരിവിന്റെ വേദിയല്ല. ഒന്ന്, ഞാനൊരു പൈസ പിരിക്കണ ആളുമല്ല, പിരിവുകാരനും അല്ല. നിർബന്ധമായി നിങ്ങളിൽ നിന്ന് പണം പിരിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെങ്കിലും ഇതിന്റെ ചിലവിലേക്ക്, നടത്തിപ്പിലേക്ക് വലിയ ബാധ്യത വരും. അതുകൊണ്ട് കാര്യമായി സഹായിക്കുക. പിന്നെ എല്ലാവർക്കും ഓരോ കവറ് തരുന്നു. അവരവരുടെ മുറാദുകളൊക്കെ മനസ്സിൽ വെച്ച് ആ കവറിൽ കാര്യമായ സംഖ്യ ഇട്ട് ഇൻഷാ അല്ലാഹ് നാളെ ഈ സദസ്സിലേക്ക് എത്തിക്കണമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളെയും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടി, നല്ല മാർക്കോടെ വിജയിക്കാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണമെന്ന് ഈ പരിസര പ്രദേശത്തുള്ള ഒരു സംഘം കുട്ടികൾ, മക്കള് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് ഓർമ്മ ശക്തി അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നല്ല മാർക്കോടെ വിജയിക്കുന്ന നല്ല മക്കളിൽ അല്ലാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ശ്രദ്ധിച്ചല്ലോ. ഇപ്പൊ എത്രണ്ണം പറഞ്ഞു? രണ്ട്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലേ, അൽഹംദുലില്ലാ. നല്ല മക്കള്, കുട്ടികളടക്കം ശരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് കേട്ടാ. ഒന്ന്, അറിഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അടുത്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയാവുക. രണ്ട്, മനസ്സൊന്ന് ശുദ്ധാക്കുക. മൂന്ന്, നല്ല ശ്രദ്ധിച്ചോ. മൂന്ന്, ومن يتوكل على الله, അല്ലാഹുവിൽ ഒരാൾ ഭരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹു, ഭരമേൽപ്പിക്കും. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി, ഭരമേൽപ്പിക്കേണ്ട മുറപ്രകാരം അല്ലാഹുവിൽ ഒരാൾ ഭരമേൽപ്പിച്ചാൽ لرزقكم كما يرزق الطير تغدو خماسا وتروح بطانا. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കും. എല്ലാ കാര്യവും അല്ലാഹുവിനെ ഏൽപ്പിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിനെ ഏൽപ്പിക്കാൻ കഴിയണില്ല നമുക്ക്. നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ എന്തിനാണ് ബേജാറാകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നേരത്തെ എല്ലാ കാര്യവും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാ. കണ്ണിന്റെ, കാതിന്റെ, കൽബിന്റെ, നാവിന്റെ എല്ലാ കാര്യവും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാ. അങ്ങനത്തെ ഒരു നിയന്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? നമ്മുടെ കണ്ണിന്റെ നിയന്ത്രണം അവന്റെയൊക്കെ, ഹൃദയത്തിന്റെ നിയന്ത്രണം അവന്റെയൊക്കെ, കാതിന്റെ നിയന്ത്രണം അവന്റെയൊക്കെ, നമ്മുടെ എല്ലാം നിയന്ത്രിക്കുന്നത് അവനാ. അങ്ങനത്തെ ഒരാള് നമ്മുടെ കൂടെയുള്ളപ്പോ നമ്മൾ എന്തിനു ബേജാറാകണം? അതുകൊണ്ട് സകല കാര്യവും വമയ്യതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ ഒരാള് ഭരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അങ്ങനെ ഭരമേൽപ്പിക്കണം. പക്ഷേ എങ്ങനെ? ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി, ഭരമേൽപ്പിക്കേണ്ട മുറപ്രകാരം ഭരമേൽപ്പിക്കണം. ഒട്ടകത്തെ കെട്ടിയിടണം, ഒട്ടകത്തെ കെട്ടിയിടണം. എന്നിട്ട് അല്ലാഹുവിനെ ഏൽപ്പിക്കണം. പടച്ചോനെ, ഈ ഒട്ടകത്തിന്റെ കാര്യം നിന്നെ ഞാൻ ഏൽപ്പിച്ചു.
വീടൊന്നാകെ തുറന്നിട്ട് ആ വീട്ടിൽ സ്വർണ്ണമുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. അള്ളാനെ ഏൽപ്പിച്ചു പറഞ്ഞിട്ട് പാലക്കാട് അങ്ങാടിയിലേക്ക് പോയാ വരുമ്പോഴത്തിന് സാധനം ചിലപ്പോൾ ഉണ്ടാവൂല. കിണറ്റിന്റെ മേലെ നിന്നിട്ട് അന്നെ ഏൽപ്പിച്ചു പറഞ്ഞിട്ട് കിണറ്റിൽ ചാടിയാലോ ഇടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കൊന്നുമില്ല, അങ്ങോട്ട് പോകും. അങ്ങനെയാണ്. ഭരമേൽപ്പിക്കേണ്ട മുറപ്രകാരം അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുക. എങ്ങനെയാണ് ഭരമേൽപ്പിക്കേണ്ടത്? ആ മുറപ്രകാരം അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുക. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്താ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമം കൊണ്ട് ഞാൻ എന്റെ എല്ലാ കാര്യവും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹനെ ഏൽപ്പിച്ചു, അല്ലാഹനെ അവനെ ഏൽപ്പിച്ചു. എന്നിട്ട് അവൻ വാഹനത്തിൽ കയറേണ്ടത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. ബിസ്മി ചൊല്ലി ആ വാഹനത്തിലേക്ക് കയറി ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ അവൻ ചൊല്ലി. എന്നിട്ട് ആ വാഹനത്തിൽ അവൻ ഇരുന്നു. സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ വാഹനത്തിൽ അവൻ സഞ്ചരിച്ചു. അല്ലാഹുവിനോട് അവൻ പ്രാർത്ഥിച്ചു, പടച്ചവനെ കേടുപാടും പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ വാഹനം റാഹത്തോടുകൂടെ കോഴിക്കോട് എത്തിക്ക് റബ്ബേ. അവൻ ദ്വാർക്കും ചെയ്തു, കോഴിക്കോട്ടേക്ക് എത്തിച്ചേർന്ന മുറപ്രകാരം വീട്ടിൽ നിന്നിറങ്ങി ചെല്ലേണ്ടതൊക്കെ ചെല്ലി. മുസാഫിറിന് ഒന്നു സുന്നത്തുണ്ട്, ഒന്നു സുന്നത്തുണ്ട്. ഞാനത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താം. ഒന്നു ഒരു ആയുധ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന് ഒന്നു എടുത്താൽ അവന്റെ ശരീരത്തിലുള്ള എല്ലാ ദോഷങ്ങളും കൊഴിഞ്ഞുപോയി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നു ഒരു പ്രധാനപ്പെട്ട ആയുധം, ഒന്ന് മുഅ്മിനിന്റെ ആയുധ. ഒന്നു എടുത്താൽ അവന്റെ ശരീരത്തിലുള്ള ചെറിയ എല്ലാ പാപങ്ങളും താഴെ പോയി, കൊഴിഞ്ഞുപോയി. ധൈര്യത്തിന് ഒന്നു നല്ലതാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കോപം വന്ന ആള് ഒരു ഒന്നു എടുത്താൽ കോപം ശമിക്കും. ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് ഉറക്കം ആഗ്രഹിക്കുന്ന ആള് ഒരു ഒന്നു എടുക്കൽ സുന്നത്താണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ജനങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി മസ്ലഹത്തിന് പോകുന്ന ആള് ഒരു ഒന്നു എടുക്കൽ സുന്നത്താണ്. നല്ല ശ്രദ്ധിച്ചില്ലപ്പോ? ഒന്നു മുസ്ലിമിന്റെ ആയുധമാണ്. ദോഷങ്ങളെ പൊറുക്കാൻ യോഗ്യമായ അമലാണ്. കോപം അടക്കാൻ യോഗ്യമായ ഒന്നാണ് ഒന്നു. ധൈര്യത്തിന് നല്ലതാണ് ഒന്നു. മുസാഫിറിന് ഒന്നു സുന്നത്താണ്. ഉറങ്ങുന്നവന് ഒന്നു സുന്നത്താണ്. അതുകൊണ്ട് തന്നെ സദാസമയം ഒരു ഒന്നുണ്ടാക്കുക, ഒന്നുണ്ടാവുക എന്നുള്ളത് വളരെ പുണ്യമുള്ള അമലാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഒരു പ്രഭാത സമയം സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ബിലാലിനെ വിളിച്ചു, ബിലാലെ അടുത്തേക്ക് വാ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞപ്പോ അദബ് കീപ്പ് ചെയ്തുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് എങ്ങനെയാണ് നിൽക്കുക? അടുത്തേക്ക് നിൽക്കാൻ പറഞ്ഞപ്പോ ബിലാൽ എന്നൊരു നിൽക്കണില്ല, ബിലാൽ എന്നൊരു മാറി നിന്ന്. നമ്മളാണെങ്കിൽ അടുത്തേക്കാണ് നിൽക്കില്ല, ബിലാൽ എന്നൊരു നിൽക്കണില്ല. ആരുടെ അടുത്താണ് നിൽക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ബിലാലെ, ഇന്നി ദഖൽതുൽ ബാരിഹതൽ ജന്ന ഫസമിഅതു ഖശ്ഖശതക അമാമി. ഞാൻ ഇന്നലെ സ്വർഗ്ഗത്തിലൂടെ അങ്ങനെ നടക്കുകയായിരുന്നു. സുബഹി 2 നിസ്കാരം. ലോഹർ ഓട്ടോമാറ്റിക്കായിട്ട് നിസ്കരിക്കും. ഈ വക ചൂടത്ത് ലോഹർ നിസ്കരിക്കാത്തുണ്ടാവില്ല. എന്താ കാരണം? കാരണം ചിലർക്കൊക്കെ തിരിയാത്തോ കടന്ന് തിരിയുണ്ടാവും. തിരിയണവർക്ക് തിരി, തിരിയാത്തോ കടന്ന് ഇങ്ങനെ തിരി.
ഈ വക ചൂടത്ത് ഈ പള്ളിയിലെ ഈ കടുക്കളത്തിട്ട് 2 റക്അത്ത് കറങ്ങുന്ന ഫാനിന്റെ ചോട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഒന്ന് അല്ലാഹ് പറയാൻ കഴിയാത്ത ആളുകളുണ്ടാവൂല, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവൂല. അതുകൊണ്ട് ളുഹർ നിസ്കരിക്കൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. മഗ്രിബും അങ്ങനെ തന്നെ ഇഷ്ടമാണ്. എല്ലാവരും പള്ളികൾക്ക് വരുന്ന ഒരു വഖത്ത മഗ്രിബ്. പോയിട്ടില്ലെങ്കിൽ ഓർക്കൊരു കുറവ് തോന്നും, മോനും പള്ളി പോകും. മറ്റു നിസ്കാരമൊക്കെ അങ്ങനെ തന്നെ, അസറൊക്കെ അങ്ങനെ തന്നെ. എന്നാൽ കള്ളന്മാര്, കാട്ടുകള്ളന്മാരുണ്ട് ഇശ നിസ്കരിക്കാത്ത ആൾക്കാർ. വലിയ ഭാര. മുനാഫിഖിന് ഏറ്റവും ഭാരമുള്ള നിസ്കാരം ഒന്നിശ. മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സുബഹി നിസ്കാരം. സുബഹി നിസ്കാരവും ഇശാ നിസ്കാരവും മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം ഭാരമേറിയ നിസ്കാരമാണ്. ഈ 2 നിസ്കാരത്തിന്റെ മഹത്വം ഒരാൾ മനസ്സിലാക്കിയാൽ മുട്ടിൽ എഴഞ്ഞിട്ടാണെങ്കിലും ശരി, നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എങ്കിലും നിരങ്ങിയിട്ടാണെങ്കിലും ശരി, അവൻ പള്ളിയിലേക്ക് എത്തുമായിരുന്നു. ഈ 2 നിസ്കാരത്തിന്റെ മഹത്വം ഒരാൾ മനസ്സിലാക്കിയാൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഈ 2 നിസ്കാരത്തിന്റെ മഹത്വം ഒരാൾ മനസ്സിലാക്കിയ അയാള് എഴഞ്ഞിട്ടാണെങ്കിലും പള്ളിയിലേക്ക് എത്തുമായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ല സുബ്ഹ, സുബ്ഹ് നിസ്കാരം ഒരാൾ നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ കാവലിലാണ്, സംശയമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മളൊക്കെ. സുബഹി നിസ്കരിക്കാത്ത അവസ്ഥയിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സുബഹി നിസ്കരിക്കണേ, സുബഹി നിസ്കരിക്കണേ, സുബഹി നിസ്കരിക്കണേ. എന്റെ ശരീരത്തോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുക, സുബഹി നിസ്കരിച്ചവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. സുബഹി നിസ്കരിക്കാത്തവനെ കണ്ടാലാ നഹസ്. ഓൻ നഹസുണ്ടോന്ന് ചോദിച്ചു കിടക്കണ്ട. ഓൻ ചിലവർ നഹസുണ്ടോ ചോദിച്ചു, സാറേ ചൊവ്വാഴ്ച നഹസുണ്ടോന്ന് ചോദിച്ചു. ഇവൻ തന്നെ നഹസ്. നിസ്കരിക്കാത്തോ, സുബഹി നിസ്കരിക്കാത്തോ, ഓൻ തന്നെ നഹസ്. നിസ്കരിച്ചാലോ 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 പൗവീതിമ്മത്തില്ല, അവൻ അല്ലാഹുവിന്റെ കാവലില. മഹാനായ ഹജ്ജാജിന്റെ ഭരണകാലം ഒരു സംഭവം കേട്ടോ. സാലിം ബിൻ അബ്ദുല്ലാഹ്, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെ മകൻ സാലിം ബിൻ അബ്ദുല്ലാഹ്, പേര് സാലിം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം കഴിഞ്ഞു, ഉമർ ബിൻ ഖത്താബിന്റെ ഭരണം കഴിഞ്ഞു, ഉസ്മാന്റെ ഭരണം കഴിഞ്ഞു, മഹാന്മാരുടെ ഭരണങ്ങളൊക്കെ കഴിഞ്ഞ് ഹജ്ജാജിന്റെ ഭരണകാലത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകന്മാരിൽപ്പെട്ടവരും അതുപോലെ തന്നെ അതിന് കൂട്ടുനിന്ന ആളുകളിൽപ്പെട്ട ചില ആളുകളെയും ഹജ്ജാജിന്റെ കോടതിയിൽ ഹാജരാക്കി രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ അവരെ കൊല്ലാൻ ഉത്തരവിട്ടു ഹജ്ജാജ്. കാരണമെന്താ? ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊല്ലാൻ കൂട്ടുനിന്ന ആളുകളാണ് ഈ ആളുകൾ. അതുകൊണ്ട് യാതൊരു കരുണയും ഇവരുടെ കാര്യത്തിലില്ല. ഇവരെ കൊല്ലുകയല്ലാതെ മറ്റു യാതൊരു മാർഗവുമില്ല. കൊല്ലാൻ വേണ്ടി ഞാൻ ഒരാളെ ഏൽപ്പിക്കുകയാണ്. ആരെയാണ് ഏൽപ്പിക്കുന്നതെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെ മകൻ സാലിം ബിൻ അബ്ദുല്ലാഹ് എന്ന് പറയുന്ന മഹാന്റെ കയ്യിൽ വാളുകൊടുത്തുകൊണ്ട് പറയുകയാണ്, ഈ സംഘത്തിന്റെ തലവൻ ഈ നിൽക്കുന്നവനാണ്, അവനെ ഈ വാളുകൊണ്ട് നിങ്ങൾ വെട്ടണം. അവന്റെ തല വെട്ടണം ഈ വാളുകൊണ്ട്. എന്നിട്ട് വാള് കൊടുത്തു. ആരാ വാള് കൊടുത്തത്? ഭരണാധികാരി. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മകൻ സാലിമിന്റെ കയ്യിൽ വാള് കൊടുത്തു. സാലിം തല കൊയ്യാൻ യോഗ്യനായ യുവാവ. വാളുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ സഹായിച്ച ഈ സംഘത്തിന്റെ തലവനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ പേരെന്താ? അവന്റെ പേര് പറഞ്ഞു. സാലിമിനോട് പറഞ്ഞു, സാലിമേ, ഞാൻ മുസ്ലിമാണ്, എന്റെ പേര് ഇന്നാലിന്റെ പേരാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എന്താണെന്നറിയോ? മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, സുബഹി നിസ്കരിച്ചവൻ അല്ലാഹുവിന്റെ സംരക്ഷണയിലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാനും എന്റെ കൂടെയുള്ള ഈ ആളുകളും സുബഹി നിസ്കരിച്ച ആളുകളാണ്. ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്.
കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ അന്ന് ഞങ്ങൾ കൂട്ടുനിന്നോ എങ്കിൽ ഇന്ന് ഞങ്ങൾ മുസ്ലിമാണ് സാലിമേ, ഞങ്ങൾ നിസ്കരിച്ചവരാണ് സാലിമേ, ഞങ്ങളെ കൊല്ലാൻ നിന്റെ വാളിന് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനായ സാലിം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കടന്ന ആ വാളങ്ങനെ കിടുകിടാ വറക്കുകയാണ്. അബ്ദു ഹജ്ജാജിന്റെ സമീപം ചെന്നുകൊണ്ട് പറയുകയാണ്, ബഹുമാനപ്പെട്ടവരെ, ഈ മനുഷ്യരെ കൊല്ലാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഇവർ ചെയ്ത തെറ്റ് വലിയതാ, പക്ഷേ ഇവരെ കൊല്ലാൻ സാധ്യമല്ല. കാരണം എന്താണെന്നറിയോ? ഈ നിൽക്കുന്ന ആളുകളൊക്കെ മുസ്ലിങ്ങളാണ്, സുബഹി നിസ്കരിച്ച ആളുകളാണ്. അവരൊക്കെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇവരെ കൊല്ലാൻ നമുക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാള് തിരിച്ചേൽപ്പിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ വാളിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ 2 റക്അത്ത് സുബഹി നിസ്കാരത്തിന് കഴിഞ്ഞു എന്ന് ചരിത്രം നമ്മളോട് പറയുമ്പോ സുബഹി നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബഹി നിസ്കരിച്ച് ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ ചെല്ലി നേരം പോലെ അവൻ ഒരു ദിവസം തുടങ്ങി. അല്ലാഹുവിൽ അവൻ വരമേൽപ്പിച്ചു. പടച്ചവനെ, നിന്നെ ഞാനിത് ഏൽപ്പിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സകലമായ കാര്യങ്ങളും അവൻ അല്ലാഹുവിൽ വരമേൽപ്പിച്ചാൽ അവനെല്ലാ കാര്യങ്ങളും വരമേൽപ്പിച്ചാൽ അവന്റെ കാര്യം അല്ലാഹു വരമേൽപ്പിക്കുക. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളി. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അടുത്തുകൊണ്ട് വിശ്വാസിയാവുക 1. 2 അല്ല, ശ്രദ്ധിച്ചോളി. 2 മനസ്സൊന്ന് ശുദ്ധമാക്കുക. 3 എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിക്കുക. 4 ശ്രദ്ധിച്ചോ, 4 നല്ലോണം ശ്രദ്ധിച്ചോളി. വർള ബിമാ ഖസമല്ലാഹു ലക, വർള ബിമാ ഖസമല്ലാഹു ലക, വർള ബിമാ ഖസമല്ലാഹു ലക. അല്ലാഹു നിനക്ക് വിധിക്കപ്പെട്ടതുകൊണ്ട് നീ തൃപ്തിപ്പെടുക. വല്ലാത്തൊരു സംഭവം തന്നെ അത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളുണ്ട്, വർള ബിമാ ഖസമല്ലാഹു ലക. അല്ലാഹു എന്താണോ ഇപ്പൊ നിനക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് പരിപൂർണമായി തൃപ്തിപ്പെടുക. ഇങ്ങനെ ഒരാൾക്ക് തൃപ്തിപ്പെടാൻ കഴിഞ്ഞാല് എന്ത് സമാധാനമാണ് അയാൾക്ക്. അയാളിപ്പോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഒരാൾട്ടോ 800. ഒരു ഉദാഹരണം, വലിയ ഒരു മനുഷ്യൻ എന്താ ഓടിക്കണത്? ആൾട്ടോ. തൊട്ടടുത്തു കൂടെ അങ്ങനെ പോണു ബെൻസ്, അല്ലെങ്കിൽ അതുപോലത്തെ വണ്ടികൾ. ഇവൻ പടച്ചോനാണോ? പടച്ചോന് എന്ത് പണിയ ജീവാക്കി. ഞാന് ഈ ചെറിയ ഈ ആൾട്ടോ 800ന്റെ ഉള്ളിൽ ഇടുങ്ങിപ്പിടിച്ചു. ഇന്നെ പോലത്തെ ഒരു മനുഷ്യർ, ഇത്ര ആരോഗ്യമല്ല, ഇത്ര വലുപ്പമല്ല, ഇത്ര വണ്ണമല്ല, ഒരുത്തനാണ് ഇപ്പൊ എന്റെ മുമ്പ് കൂടെ ഈ 1 കോടിയുടെ വണ്ടിയെട്ടി പോയത്. എന്തൊരു വിവേചന ജി കാട്ടി എന്ന് ഓന്റെ മനസ്സിൽ വന്നാല് ഓന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. ഇപ്പോ താമസിക്കുന്നത് ഒരൊറ്റ നിലയുള്ള ചെറിയ ഒരു വീടിന്റെ ഉള്ളിലാണ്. പക്ഷെ ഓന്റെ പരിസരത്തൊക്കെ കോടികൾ വില മതിക്കുന്ന വലിയ വലിയ മുഴുവൻ റൂമുകളും സെൻട്രൽ AC ഫിറ്റ് ചെയ്ത വീടുകളാണ് ഓന്റെ പരിസരത്ത്. ഓൻ ആ വീട് നോക്കിയിട്ട് ഈ വീടും ഓന്റെ വീടും നടന്നു. എന്ത് പണിയാണ് പൂച്ചിട്ടാക്കി. ഇവരാരാ? ഒരു ചെങ്ങായി, ആ ചെങ്ങായിയുടെ ഒരു പെണ്ണും 2 പെൻസിൽ പോലത്തൊരു കുട്ടിയും. അവർക്ക് താമസിക്കാന് 1.5 കോടിയുടെ മണിമാളിക. അതന്നെ സെൻട്രൽ AC കംപ്ലീറ്റ്. ഞാനും ഒരു 5-6 മക്കളും ഭാര്യ. ദുരിതം കൊണ്ട് ദുരിതം. ഞങ്ങൾക്ക് താമസിക്കാം ഒരൊറ്റ മുറി, ഒരൊറ്റ വീട്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ കൽബിൽ വന്നാൽ അവന് സമാധാനം ഉണ്ടാവില്ല. സമാധാനം ഉണ്ടാവില്ല. വർള ബിമാ ഖസമല്ലാഹു ലക. അല്ലാഹു നിനക്ക് വിധിക്കപ്പെട്ടതുകൊണ്ട് നീ തൃപ്തിയടയുക. ഇതന്നെ അൽഹംദുലില്ലാഹ്. ചേരിയിൽ താമസിക്കുന്ന
മഴ കൊണ്ടുകൊണ്ട് വെയിൽ കൊണ്ടുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ അങ്ങേ അറ്റം കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കായ ആളുകൾ ഈ ലോകത്ത് നിന്റെ പടപ്പുകളിലുണ്ടല്ലോ റബ്ബേ. എനിക്ക് നീ ഈ വീട് തന്നല്ലോ, എനിക്ക് നീ ഭക്ഷണം തന്നല്ലോ, എനിക്ക് ഈ വസ്ത്രം തന്നല്ലോ, എനിക്ക് ഈ ആരോഗ്യം തന്നല്ലോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നിന്നെ ഞാൻ എത്രയാണ് സ്തുതിക്കേണ്ടത് റബ്ബേ. വറുളബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിനക്ക് നൽകിയതുകൊണ്ട് നീ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് വകനഅബിതർകിൽ മുസ്താഹ വൽ ഫാഖിരി ബിമത്അമിൻ വമലാബിസി വമനാസില. വീടുകൊണ്ടും വസ്ത്രം കൊണ്ടും താമസം കൊണ്ടും അതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ടും കുറഞ്ഞതുകൊണ്ട് നിനക്ക് തൃപ്തിപ്പെടാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നിനക്കത് എത്ര സമാധാനം നൽകും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാത്ത സമാധാനാണ് തരിക. ഇപ്പുള്ള തന്നെ അൽഹംദുലില്ലാഹ് ധാരാളം. ഈ മാരുതി 800 പോയിട്ട് ഒരു സൈക്കിൾ വാങ്ങാൻ കഴിവില്ലാത്ത അനേകം ആളുകൾ ഇവിടെ അല്ലേ. ഈ ഒറ്റ ടെറസ് ഒറ്റപ്പെര പോയിട്ട് ഓലപ്പെരയിൽ അന്തിയുറങ്ങുന്ന ആളുകൾ ഇവിടെ അല്ലേ. സമൃദ്ധമായി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ ട്രെയിനിൽ നിന്ന് പുറത്തേക്കെറിയുന്ന ഇലപ്പൊതികൾ തെരഞ്ഞു നടക്കുന്ന ആയിരക്കണക്കായ ആളുകൾ ഇവിടെ അല്ലേ. പടച്ചവനെ, നീ എനിക്ക് ചെയ്ത തന്ന അനുഗ്രഹം വലിയതാണ് റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലാഹു നൽകിയ നിഅമത്തിൽ സായുജ്യമടയുക. അല്ലേ 5 സന്തുഷ്ടമായ കുടുംബജീവിതം മനസ്സിന് വലിയ സമാധാനം നൽകുക. നല്ല ഒരു കുടുംബജീവിതം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 3 കാര്യങ്ങൾ അല്ലാഹു ചെയ്യുന്ന ഐഹിക ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളാണ്. 3 കാര്യങ്ങൾ. അതിലൊന്നെന്താ? അൽ മർഅതു സ്വാലിഹത്തു, സ്വാലിഹത്തായ ഒരു പെണ്ണിനെ, സ്വാലിഹായ ഒരു പുരുഷനെ ലഭിക്കുക. നല്ല ഒരാളെ കിട്ടുക വലിയ അനുഗ്രഹം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല ഒരു പെണ്ണിനെ. അൽ മർഅതു സ്വാലിഹത്ത് വൽ മർകബു സ്വാലിഹ് വൽ മസ്കനു സ്വാലിഹ്. അതിൽ പെട്ട ഒന്നാണ് എന്താണ്? വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹു പറയാ, നല്ല ഒരു കുടുംബജീവിതം, നല്ല ഒരു കുടുംബജീവിതം നമ്മളൊക്കെ ശ്രമിക്കണം. നമ്മൾ ശ്രമിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനിയിപ്പോ ഭാര്യമാരെ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിക്കും. ഇനിയും ചെയ്യാം, ഇനിയും നന്നാക്കിയെടുക്കാം. ചിലര് വിചാരിക്കും നല്ല പെണ്ണിനെ കെട്ടണം കിട്ടണം എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ കിട്ടിയതോ, കിട്ടിയതിനെ ഇനി നന്നാക്കാം. ആര് നന്നാവണം? നമ്മൾ നന്നാവണം. നാട്ടിയത് നേരെയാണെങ്കിൽ നിഴല് നേരെയാവുള്ളൂ. നാട്ടിയത് വളഞ്ഞ അതിന്റെ നിഴലും വളഞ്ഞിട്ടാവും. നമ്മൾ നന്നായ ഭാര്യ നന്നായി. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി ഖാല റസൂലുള്ളാഹി. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ സൽ സ്വഭാവിയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയോട് കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ. നമ്മൾ നന്നാവണം. എവിടെ? നമ്മുടെ വീട്ടിലെ നന്നാവേണ്ടത്. അങ്ങാടിയിൽ ചില ആളുകൾ നല്ല ആളുകളാ, വീട്ടിലേക്ക് കയറി ചെല്ലും തോറും മോശം. ചില ആളുകൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ തുണിയൊക്കെ മടക്കുത്തി, പായത്തിന്റെ കയ്യൊക്കെ കയറ്റി, ഒരു പോക്കിരി, വീട്ടിൽ പോലീസ്. അങ്ങാടിയിലോ എന്തൊരു നല്ല മനുഷ്യനാ, സാധു മനുഷ്യൻ. വീട്ടിലെ പോക്കിരിത്തരം കാട്ടും. നേരെ തിരിച്ചവൻ. വീട്ടിലെ ഏറ്റവും മാന്യമായ സ്വഭാവം വീട്ടിലല്ല. വീട്ടുകാരൊക്കെ സ്വഭാവം നന്നാവും. ആര് നന്നായ? നമ്മൾ നന്നായ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീട്ടിലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാക്കി. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി ഖാല റസൂലുള്ളാഹി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ വീട്ടിൽ നന്നാവണം. അങ്ങനെ വീട്ടിൽ നന്നായി ഭാര്യമാരോട് നല്ല പെരുമാറ്റം, മക്കളോട് നല്ല പെരുമാറ്റം. കോപം അടക്കി വെക്കേണ്ട സ്ഥലം വീടാണ്. എവിടെ കോപിച്ചാലും വീട്ടിൽ കോപിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നമ്മളെ പഠിപ്പിച്ചില്ലേ?
ഏറ്റവും നല്ല ഭരണാധിപൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ല പിതാവിനെ അള്ളാന്റെ റസൂലിൽ കാണാം. ഏറ്റവും നല്ല ഭർത്താവിനെ അള്ളാന്റെ റസൂലിൽ കാണാം. ഏറ്റവും നല്ല കുടുംബനാഥനെ അള്ളാന്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നല്ല ഒരു കുടുംബജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വഭാവത്തിലുള്ള പോരായ്മകൾ നമ്മൾ കണ്ടെത്തി ആ പോരായ്മകൾ നമ്മൾ പരിഹരിക്കണം നമ്മുടെ വീട്ടിൽ. അങ്ങനെ നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ ഒരാൾ തയ്യാറായാൽ, ഉള്ളതുകൊണ്ട് അള്ളാഹു വിധിക്കപ്പെട്ടതുകൊണ്ട് തൃപ്തിപ്പെടാൻ ഒരാൾ തയ്യാറായാൽ, സകല കാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ ഒരാൾ തയ്യാറായാൽ, മനസ്സൊന്ന് ശുദ്ധീകരിക്കാൻ ഒരാൾ തയ്യാറായാൽ, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അടുത്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയാവാൻ ഒരാൾ തയ്യാറായാൽ അയാൾക്ക് നല്ല സമാധാനം. സമാധാനത്തിന്റെ വഴി ഈ പറഞ്ഞ 5 മാർഗങ്ങളിൽ അധിഷ്ഠിതം. വിശ്വാസിയാവുക, മനസ്സ് നന്നാക്കുക, അള്ളാഹുവിൽ വരമേൽപ്പിക്കുക, അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് അള്ളാഹു വിധിക്കപ്പെട്ടതുകൊണ്ട് തൃപ്തിപ്പെടുക, നല്ല കുടുംബജീവിതം നയിക്കുക. ഈ കാര്യങ്ങളെ കൊണ്ട് നല്ല സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതുപോലെ എനിക്കും അറിഞ്ഞുകൊണ്ട് തമാശ പറഞ്ഞിട്ടില്ല, കഥ പറഞ്ഞിട്ടില്ല, അനാവശ്യമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ബദരീങ്ങളുടെ അസ്മാവ് കൊണ്ട് തവസ്സുലാക്കിയിട്ട വയല് തുടങ്ങിയത് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും അപാകതകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് നിർത്താൻ പോവുകയാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ.